നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. വിഷുഫലങ്ങൾ ഗണിക്കുന്ന ആചാരമനുസരിച്ച് 2025 വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലവർഷം 1200 വിഷുഫലങ്ങൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് നോക്കാനുള്ളത്. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി ഉദയത്തിന് മുമ്പായിട്ട് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നെത്തിയോഗവും കൂടിയ സമയം മേടവിഷു സംക്രമം നടന്നു. ആ സമയത്ത് ഉള്ള തിഥി എന്ന് പറയുന്നത് കൃഷ്ണപക്ഷ പ്രഥമതിഥിയാണ്. കരണം എന്ന് പറയുന്നത് വരാഹകരണമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ വിഷുഫലം കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ ആ സമയത്തുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ, മറ്റ് വിഷുഫലം ഗണിക്കുന്ന രീതികളായ ആയം, വ്യയം, കന്തായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വിഷുഫലം പറയുന്നത്. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമം നടക്കുന്നത്. അപ്പോൾ ഈ ചോതി നക്ഷത്രം എന്ന് പറയുന്നത് വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രമായതുകൊണ്ട് അത് ആദിശൂലം എന്ന ഗണത്തിലാണ് വരുന്നത്. നക്ഷത്രങ്ങളെ നമ്മൾ 6 വിഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നും, ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കമെന്നും. അതിൽ ഈ ശൂലം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്കൊക്കെ പൂർണ്ണമായും ഗുണകരമായ കാലം ആയിരിക്കുകയില്ല. അപ്പോൾ ഇത് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമല്ലാത്ത വിഷുഫലമാണ് നക്ഷത്ര സ്ഥിതി കൊണ്ട് പറയാവുന്നത്. കാര്യതടസ്സമോ തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ അവർക്ക് അനുഭവപ്പെട്ടേക്കാം. ധനദ്രവ്യാദികൾ നഷ്ടം വരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ ജാതകം അനുകൂലമാണെങ്കിൽ വിഷുഫലത്തിൻ്റെ ദോഷം കുറയും. വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥന നടത്തുന്നവർക്ക് വളരെ നല്ലതാണ്. പക്ഷേ ഗോചരഫലം അനുസരിച്ച്, ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചോതി നാളുകാർക്ക് ഗുണഫലമാണ് ഉണ്ടാകുന്നത്. വിഷുഫലം ഗുണകരമല്ല. അപ്പം ഒരു സമ്മിശ്ര ഫലമാണ് നമുക്കിത് ചേർത്ത് പറയാൻ കഴിയുന്നത്, പ്രായോഗികമായിട്ട് പറയാൻ കഴിയുന്നത്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നിർത്തിപ്പോയ ചില കാര്യങ്ങൾ തുടരാനായിട്ട് സാധിക്കും. പഠനമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും ഒക്കെ. വീട്ടിലെ കുറച്ച് സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ഇൻഷുറൻസിലൂടെയോ നറുക്കെടുപ്പിലൂടെയൊക്കെ ധനം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ജനിച്ച വീട് പുതുക്കി പണിയാനുമൊക്കെ തീരുമാനം എടുക്കുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചുമതലകളും സമ്മർദ്ദങ്ങളും വർദ്ധിക്കുന്ന കാലവുമാണ്. പക്ഷേ ശമ്പളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. ദൈവാധീനം ഉള്ള സമയവുമാണ്. തീർത്ഥയാത്രകൾ ചെയ്യാൻ യോഗമുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ കുറച്ചുകൂടെ ഊർജിതമാകും. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക ഇടപാടിൽ ഈ വിഷുഫലം അത്ര ഗുണകരമായിട്ടല്ല കാണുന്നത്. ശത്രുജയം ഉണ്ടാകും. ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കും. കേസുകളിലൊക്കെ വിജയിക്കാനും സാധിക്കും. വിദേശത്ത് പോകുന്നവർക്ക് ജോലി സാധ്യതയുള്ള കാലമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടാനും യോഗമുണ്ട്. ആഭരണങ്ങൾ, അങ്ങനെയുള്ള മൂല്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. സ്വർണമോ വജ്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഭാവിയിലേക്ക് കരുതി വെക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകാം. നൃത്തം, നാടകം തുടങ്ങിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിഷുഫലം ഗുണകരമായിട്ടാണ് കാണുന്നത്. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രമേഹം തുടങ്ങിയവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീട് നിർമ്മാണം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുമെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. പ്രകൃതിക്ഷോഭത്തിലൂടെ എന്തെങ്കിലും നഷ്ടം, നമ്മുടെ ആസ്തികൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പിന്നെ ഹോർമോൺ വ്യതിയാനം കൊണ്ടുള്ള ചില രോഗങ്ങൾ ബാധിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ പെട്ടെന്ന് വേദനകളും ആധിയുമൊക്കെ അനുഭവപ്പെടും. നമ്മൾ സാധാരണ പോയി പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകണമെന്നില്ല. ഹോർമോൺ ബാലൻസ് ഹോർമോണിൻ്റെ സമതുലിതാവസ്ഥ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവൊക്കെ അനുഭവപ്പെട്ടേക്കാം. പിന്നെ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുന്ന ഒരു വർഷമാണ്. പിതാവിന് അരിഷ്ടതകളുണ്ടാകാം. നമ്മുടെ കൂട്ടത്തിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരും അവരുടെ സ്വന്തം കാര്യം നോക്കി വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതാണ്, പക്ഷേ ഉടനെ സാധിക്കുകയില്ല. ലഹരി വസ്തുക്കളിൽ അടിമപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിലപ്പെട്ട രേഖകളും വിലപ്പെട്ട വസ്തുക്കളുമൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ദീർഘയാത്രകൾ
ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിൽ. അതുപോലെ സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളിൽ ചിലർ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചേക്കാം, എന്നാൽ ചില ബന്ധുക്കൾ സഹായിക്കുകയും ചെയ്യും. ഇൻ്റർവ്യൂവിലും ടെസ്റ്റിലുമൊക്കെ നേട്ടം കിട്ടുന്ന കാലമാണ്. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. സന്താന ഗുണത്തിനും സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് വിഷുഫലവും ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ഫലവും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ചോതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. ഇനി വിഷുഫലത്തിൻ്റെ ഭാഗമായ ആയം, വ്യയം, കന്തായം എന്നീ കാര്യങ്ങളൂടെ നോക്കാം. ചോതി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അവർക്ക് ആയം എന്ന് പറയുന്നത് 11, വ്യയം എന്ന് പറയുന്നത് 5. ഇത് സാമാന്യം ഗുണകരമായ അവസ്ഥയാണ്. ആയം കൂടി നിൽക്കുന്നു, വ്യയം കുറഞ്ഞു നിൽക്കുന്നു. അതായത് വരവ് കൂടുതലും ചിലവ് കുറവും. അപ്പോൾ കുറച്ച് പണമൊക്കെ കയ്യിൽ നിർത്താനായിട്ട് സാധിക്കും. ചോതി നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം 7, 1, 10 ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സന്തോഷം നൽകുന്ന ജീവിതാനുഭവങ്ങൾ, ധനലാഭം ഇതെല്ലാം ഉണ്ടാകും. ചിങ്ങം മുതൽ 4 മാസം സാമാന്യമായിരിക്കും സുഖാനുഭവങ്ങൾ, വലിയ കൂടുതൽ കാണുകയില്ല. ശരാശരി ധനലാഭം ഉണ്ടാകും, മനസ്സിന് സുഖമുണ്ടാകും. ധനു മുതൽ 4 മാസം ശരാശരി രീതിയിലുള്ള ധനലഭ്യതയും മനസ്സിന് അതൃപ്തിയും ഉണ്ടാകും. ഇതാണ് ആയം, വ്യയം, കന്തായം എന്നിവ കൊണ്ടുള്ള ഫലം. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളും കൂടെ നോക്കാം. ചോതി നക്ഷത്ര ജാതർ തിങ്കളാഴ്ച തോറും വ്രതമനുഷ്ഠിച്ച് ശിവപ്രീതി വരുന്നത് വളരെ ഉത്തമമാണ്. നിത്യവും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് അല്ലെ ശിവനാമങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ നാഗദേവതകൾക്ക് എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയോ നൂറും പാലും അല്ലെ ആയില്യ പൂജയൊക്കെ നടത്തുന്നത് നല്ലതാണ്. കേതുർദശ, ശനിദശ, സൂര്യദശ കാലയളവിലുള്ളവർ, ദശാകാലങ്ങളുള്ളവർ വളരെ ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനവും ദോഷപരിഹാരങ്ങളും ചെയ്യണം. അല്ലാത്തവർ ക്ഷേത്ര ദർശനം നടത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചാലും അവർക്ക് ഗുണം കിട്ടുന്നതാണ്. പിന്നെ രാശിയാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ദോഷ ശമനത്തിനും നമുക്ക് തടസ്സങ്ങൾ ഒഴിവാകാനൊക്കെ ആയിട്ട് ധർമ്മശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, തടസ്സം വളരെ കൂടുതലാണെങ്കിൽ 3 ശനിയാഴ്ച ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക, എള്ള് തിരി തെളിയിക്കുക, എള്ള് പായസം സമർപ്പിക്കുക. ഇതൊക്കെ ഗുണകരമായ വഴിപാടുകളാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കറുകമാല വാങ്ങിച്ചു വെക്കുന്നതും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലിയിൽ തടസ്സം വരുന്നവർക്കുമൊക്കെ പരിഹാരം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ കുടുംബദേവത ഉണ്ടെങ്കിൽ ദേവിക്ക് പട്ടും നാണയവും സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കുടുംബദേവതയ്ക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ചോതി നക്ഷത്രക്കാരുടെ സാമാന്യമായ വിഷുഫലം. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നന്മയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.